സാറിന്റെ പേരെന്താ? ജഗൻ. അഡ്രസ്സും നമ്പറൊക്കെ ഫില്ല് ചെയ്തില്ലേ? ചെയ്തു. സാർ എന്ത് ചെയ്യുന്നു? തൽക്കാലം ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഓ, സാർ ആദ്യമായിട്ടാണോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്? അല്ല, ഇതിനു മുമ്പ് 2-3 തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, അവസാനമായിട്ട് കൊടുത്തത് 3 മാസം മുമ്പാ. ഓ, ഇപ്പൊ ഈ ബ്ലഡ് കൊടുക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. ബ്ലഡ് ഡൊണേഷൻ ടീമുണ്ട്, പക്ഷെ വിളിച്ചിട്ട് കിട്ടിയില്ല. തക്ക സമയത്ത് സാറ് വന്നേ. അച്ഛാ, മോളെ, അച്ഛാ, വിദ്യമ്മ പോയി അച്ഛാ. മോളെ, ത്തിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അത് വിദ്യാമ്മ മനസ്സിലാക്കി കാണണം. എന്റെ മോളിപ്പോ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട. ദൈവം അവർക്കത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ചില നേരങ്ങളിൽ ദൈവം രക്ഷകനാ, ചില നേരത്ത് തിരിച്ചും. മോളുവാ. ഇത് കുടിക്ക്. താങ്ക് യു. ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിവസമല്ലേ? ആ ദിവസം ഞാൻ എവിടെയാണെങ്കിലും രക്തം ദാനം ചെയ്യും. വെരി ഗുഡ്, നല്ല കാര്യം. ഉടനെ പോകരുത്, ചിലപ്പോ തല കറങ്ങാൻ സാധ്യതയുണ്ട്. 1/2 മണിക്കൂർ വിശ്രമിച്ചിട്ട് പോയാ മതി. ഇല്ല, എനിക്കങ്ങനെ തലയിറക്കൊന്നുമില്ല. ഒരാളുടെ ജീവൻ എന്റെ രക്തം കാരണം തിരിച്ചു കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. ശരിയാ. സാറ് റെസ്റ്റ് എടുത്തോ, ഞാൻ ഉടനെ വരാം.
ഇനി ആക്സിഡൻറ്റിൽപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവരുടെ സ്ഥിതി എന്താണെന്ന് അറിയണം. ഏട്ടാ, അച്ഛനെ അമ്മയും വന്ദനേച്ചിയും എവിടെ പോയി അന്വേഷിക്കാനാ? എടാ വായിൽ നാക്കല്ലേ കിടക്കുന്നത്? ആക്സിഡന്റ് വിഭാഗം ICU അന്വേഷിച്ച പോരെ? അല്ല, ഇനി ഒരു പക്ഷെ ഹോസ്പിറ്റലിൽ മാറിക്കാണോ? ഏട്ടനൊരു കാര്യം ചെയ്യും, കാശ് കൊടുത്തിട്ട് വേഗം വാ. എന്ത് സാധനം? എത്രയായി? 60. ഏയ്, ഇതിൽ 50 കാണിക്കുന്നേ. അതൊന്നും പോരെ, 60 വേണം. 50 അത് മതി. എവിടെ നിന്ന് വരുന്നടോ? സിസ്റ്ററെ, എന്താ ഈ ഓപ്പറേഷൻ തിയേറ്റർ എവിടെയാ? ഇവിടെ 3-4 ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. മുകളിലേക്ക് കയറി ഇടത്തോട്ട് തിരിഞ്ഞ അവിടെ ഒന്നുണ്ട്. ഓക്കെ, താങ്ക്സ്. ശരി. പൈസ കൊടുത്തല്ലോ അല്ലേ? പൈസ ഞാൻ ഒറ്റ അടിയെന്നാലുണ്ടല്ലോ. 10ന്റെ പൈസ കയ്യിലില്ലല്ലേ? ഇല്ല, ഒന്നുമില്ല. മാധവൻ നായരുടെ മകളുടെ വിവാഹം മുടങ്ങിയ കാര്യം ഇപ്പൊ നാടൊട്ടുക്ക് പാട്ടായി കാണും. പാവം വന്ദനയ്ക്ക് ജാതകദോഷം ഫലിച്ചു എന്നായിരിക്കും ആളുകൾ ഉറപ്പിക്കുന്നത്. ചേട്ടാ, ഓപ്പറേഷൻ തിയേറ്റർ എവിടെയാ? ഓപ്പറേഷൻ തിയേറ്റർ മേലില്ല. ആ, മോളിലാണ്. കേട്ടുടാ, ആ, നടക്ക്. വാ. യാതൊരു ഉപയോഗമില്ലാത്ത എത്ര ലക്ഷം വെള്ളത്തിൽ പോയത്. ധനനഷ്ടം, മാനഹാനി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അനുഭവത്തിലായി. ഈ അവസ്ഥയിൽ എച്ചിക്കണക്ക് പറയില്ല ഏട്ടാ. ഏട്ടന്റെ പൈസ ഒന്നും പോയിട്ടില്ലല്ലോ. ഡാ മതി. കുറെയൊക്കെ സമ്പാദ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? ശാപം പിടിച്ച കുടുംബത്തിലെ സന്തതി എന്ന ദുഷ്പേര് മായ്ക്കാൻ ലക്ഷങ്ങളല്ല, കോടികൾ ഉണ്ടായാൽ പോലും സാധിക്കില്ല. ഏട്ടാ, ഇത്തരം വിഷയങ്ങളൊന്നും സംസാരിക്കേണ്ട സന്ദർഭം അല്ലിത്. ഏട്ടൻ പെട്ടെന്ന് വാ, നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ നോക്കാം. നടക്ക്. ഓ, വാ, അങ്ങോട്ട് പോവാ. എക്സ്ക്യൂസ് മീ, കുറുപ്പ് സാറിന്റെ മകനല്ലേ? അതെ. ഇവിടെ ആരെ കാണാൻ വന്നതാ? ഇന്ന് രാവിലെ കാർ ആക്സിഡന്റിൽപ്പെട്ടവരെ ഇവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവരെ ഒന്ന് കാണാനാ. അവര് ഡിസ്ചാർജ് ആയി പോയല്ലോ. ഡിസ്ചാർജ് ആയി പോയെന്നോ? അതെ, അവരെ ഞാനാ പരിശോധിച്ചത്. അവര് രണ്ടുപേരുണ്ടായിരുന്നു. തീരെ മൈനറായ ആക്സിഡന്റാ. അപകടം സംഭവിച്ചപ്പോ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് രണ്ടുപേർക്കും കാര്യമായ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. താങ്ക് ഗോഡ്. അത്യാവശ്യം വേണ്ട ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തു. അവർ ഈ നാട്ടുകാരല്ല, അവരുടെ നാട്ടിലെ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചോളാന്ന് പറഞ്ഞപ്പോഴാ ഡിസ്ചാർജ് ചെയ്തത്. സത്യമാണോ? പിന്നെ ഡോക്ടർ കള്ളം പറയൂ. അല്ല, ആ ആക്സിഡന്റ് കണ്ടിട്ട് അത്ര നിസ്സാരമായിട്ട് തോന്നിയില്ല. ഏതായാലും ഡോക്ടർ പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഒരു ഭാരം ഒഴിഞ്ഞു. അല്ല, അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലം? ഒന്നുമില്ല, നിസ്സാര ഇഞ്ചുറി. ഓക്കെ ഡോക്ടർ. വരൂ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ആയതുകൊണ്ട് എന്റെ വാക്ക് വിശ്വസിച്ച് ജഗം മടങ്ങിപ്പോകും. താങ്ക് യു ഡോക്ടർ. നിങ്ങൾ ചെയ്തു തന്ന ഉപകാരത്തിന് കുറുപ്പ് സാർ നിങ്ങളെ കാര്യമായി പരിഗണിച്ചിരിക്കും. അത് മതി. താൻ ചെല്ല്. ഓക്കെ സാർ.
ഈ ശാപം പിടിച്ചവളുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് 1000 പ്രാവശ്യം അമ്മയോടും ചേട്ടനോടും കാല് പിടിച്ച് പറഞ്ഞതാ. കേട്ടില്ല. അതിന്റെ ഫലങ്ങളാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം പണം ചെലവാക്കിയിട്ടൊരു കല്യാണം വേണ്ടാന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ. ഇപ്പെന്തായി? കല്യാണം നടന്നില്ല, ലക്ഷക്കണക്കിന് പണം വേസ്റ്റ് ആവുകയും ചെയ്തു. വന്ദനിച്ചിട്ട് ഭർത്താവാകേണ്ടിരുന്ന ആള് അകത്ത് ജീവിക്കോ മരിക്കോ എന്നറിയാതെ കിടക്കുക. ഇപ്പോഴാണോ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കഷ്ടം. ഭദ്രകാളി ഓർത്ത് നിപ്പുണ്ടല്ലോ കുത്തി നോവിക്ക്. ഇനി ഏട്ടനും കൂടെ ഓരോന്ന് പറഞ്ഞ് തളർത്താ വന്ദനേച്ചി. സിസ്റ്റർ, ആ. രാജീവിന് ഒന്നും പറയാറായിട്ടില്ല. രാജീവ് താലി കെട്ടേണ്ടിരുന്ന പെണ്ണ ഈ വന്ദന. രാജീവിനെ ഒന്ന് കാണാൻ വന്ദനെങ്കിലും ഒന്ന് അനുവദിച്ചൂടെ? സോറി, സർജറി നടന്നുകൊണ്ടിരിക്കുക. ഓ, ഇപ്പൊ ആരെയും കാണാൻ അനുവദിക്കില്ല. ആപത്തൊന്നും വരില്ലല്ലോ സിസ്റ്ററെ? എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു മോളെ. എനിക്കൊന്ന് കാണണം. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എനിക്ക് രാജീവ് സാറിനെ ഒന്ന് കാണണം. എനിക്ക് കാണണം. അച്ഛൻ വീട് അച്ഛൻ. എനിക്കൊന്ന് കാണണം അച്ഛൻ. ഞാനൊന്ന് കണ്ടോട്ടെ അച്ഛൻ. എന്താ മോളേത്? ഡോക്ടർ രാജീവ് സാർ. സോറി. ചേട്ടാ. കൃഷ്ണ, ഗുരുവായൂരപ്പ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ എൻ്റെ മനസ്സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടേനെ. അത് മുഴുവൻ മാറ്റി തന്നതിന് ഉടനെ തന്നെ ഗുരുവായൂർ വന്നൊരു വഴിപാട് നടത്തിക്കോളാം. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ. അമ്മേ, അമ്മേ.
അമ്മേ. ദിയ മോളെ കൈവിടരുത്. അവളെ നീ ഒറ്റയ്ക്കാക്കരുത്. കരയില്ല, വിഷമിക്കാതെ മോളെ. വിഷമിക്കാതെ മോളെ. ആ പിന്നെ ഞാൻ വന്നനിക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതിപ്പോ പറഞ്ഞാൽ എങ്ങനെയാ സർപ്രൈസ് ആകില്ലല്ലോ, നേരിട്ട് പറയാം. ഡോക്യുമെന്റ്സ് ഒക്കെ പെട്ടെന്ന് ശരിയായി കഴിഞ്ഞു. ബോഡി വിട്ടുതരാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇതാണോ അമ്മ രാജീവ് സാർ എനിക്ക് തരാൻ വെച്ചിരുന്ന സർപ്രൈസ്? പ്രകാശ, മനോജ്, എനിക്ക് എന്റെ ശരീരമൊക്കെ തളരുന്നുണ്ട്. ഈ സമയത്തെങ്കിലും നിങ്ങൾ അച്ഛൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. അച്ഛാ, ചടങ്ങുകൾ കഴിയുന്നവരെല്ലാത്തിനും കൂടെ ഉണ്ടാവണം. വേണ്ട, ആരും വേണ്ട. എന്റെ അമ്മയും ചേട്ടനെ കൊന്നവരുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട. തൃപ്തിയായില്ലേ? ഇനി ദിയ മോളെ കൂടി കൊല്ലിക്കാതെ ഒന്ന് ഇറങ്ങി പൊടി ശാപം പിടിച്ചോളെ. പോയിക്കോളാം, പക്ഷെ എനിക്ക് ദീമോളെ വിട്ടു തരണം. ദീമോളെ ഒരു കാലത്തും കൈവിടരുതെന്ന് വിദ്യമ്മ എന്നോട് ആവശ്യപ്പെട്ടതാ. കൈവിടില്ലെന്ന് വിദ്യമ്മയുടെ കൈ പിടിച്ച് ഞാൻ സത്യം ചെയ്തതാ. നിങ്ങളെ സാക്ഷിയല്ലേ? വിദ്യമ്മയ്ക്ക് നൽകിയ സത്യം എനിക്ക് പാലിക്കണം. ആ സത്യത്തെ കുറിച്ചോർത്ത് നീ വിഷമിക്കണ്ട. സ്വന്തം പേരക്കിടാവിന്റെ സംരക്ഷണ ചുമതല ഒരു മുത്തശ്ശി ഏൽപ്പിച്ചിരിക്കുന്നത് സ്വന്തം മകളായ എന്നെയാ. മരണം അടുത്ത സമയത്ത് എന്തോ പുലമ്പിയെന്ന് വെച്ച് അതിൽ പിടിച്ചിരിക്കുകയാണോ നീ? പൊക്കാന്റെ മുന്നിന്ന് അരുത്, തീമോൾ എന്നെ നകറ്റരുത്. അവളെ എനിക്ക് വിട്ടു തരണം പ്ലീസ്. നിർത്തടി നിന്റെ മുതലക്കണ്ണീര്.
കോടീശ്വരനായ രാജീവിനെ വലവീശി പിടിക്കാൻ നീ കൊരുത്ത ഇരയായിരുന്നല്ലോ ദിയമോള്. ഇനിയും അത്തരം ചീപ്പ് സെന്റിമെന്റ്സും കൊണ്ട് വന്ന ആശുപത്രിയാണെന്ന് ഞാനങ്ങ് മറക്കും. കടന്നു പോടി, ഇല്ലെങ്കിൽ അടിച്ചതിന്റെ കാരണം പോയി. രാഗി വേണ്ട, DMOളുടെ പ്രശ്നം തൽക്കാലം അവിടെ നിൽക്കട്ടെ.